ഒരുപാട് ആണുങ്ങൾ ഇതിനോട് ഓക്കെ, പക്ഷെ അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജോ പെർമിഷനോ എൻവയൺമെൻറ്റോ പ്രോപ്പർലി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് ഒരുപാട് സ്ത്രീകൾ അവർ ഈ ആണുങ്ങളുടെ കൂടെ ജീവിക്കും, അവരെ സ്നേഹിക്കും, അവരോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ റേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആൻഡ് ഈവൻ അവരെ കൊണ്ട് ഹേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ആൻഡ് ഓൾ ഓഫ് ദിസ് ഇസ് വിതൗട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി ഇൻസൈഡ് എ മാൻ. ഈ എപ്പിസോഡ് രണ്ടുപേർക്കുള്ളതാണ്. ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യം ലോകത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇറ്റ് ഈസ് എ മാൻ ഹൂ ഇസ് നോട്ട് ഓക്കെ. ഒരു ഓക്കെ അല്ലാത്തൊരു മനുഷ്യനാണ്. ബിക്കോസ് വെൻ എ മാൻ ഇസ് നോട്ട് ഓക്കെ, അയാൾ ജനറലി ഒരു സാഡ് ആയിട്ടുള്ള ഒരാളായിട്ടല്ല നമ്മൾ എപ്പോഴും കാണുക. സാഡ് ആയിരിക്കണം എന്നില്ല. ഈ ക്യാൻ ബി ആംഗ്രി, അയാൾ ഡിസ്റ്റൻ്റ് ആയിരിക്കാം, അയാൾ ക്വയറ്റ് ആയിരിക്കാം, അയാൾ ഇറിറ്റേറ്റഡ് ആയിരിക്കാം, അയാൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കാം, ആൻഡ് അൺഅവൈലബിൾ ആയിരിക്കാം. ഹി ഈവൻ കുഡ് ലുക്ക് ലൈക്ക് ഹി ഡസൻ കെയർ. അയാളൊരു ഞാനിതൊന്നും കെയർ ചെയ്യുന്ന ഒരാളാണെന്ന് പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ വെരി ഓഫൻ ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിയിലായിട്ട് ദർ ഇസ് എ പെയിൻ. ഓക്കെ, ആൻഡ് ഈ ആൾക്കറിയില്ല ഈ പെയിൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നുള്ളൊരു സാധനം. അയാൾ നോർമലൈസ് ചെയ്തിട്ടുള്ള പ്രഷർ, അയാൾ ചുമ്മാ ജോക്ക് അടിക്കുന്ന ലോൺലിനെസ്, അയാളുടെ ഈഗോയുടെ അണ്ടറിലുള്ള ആ ഒരു പേടി, ഹൈഡ് ചെയ്യുന്ന പേടി, സൈലൻസ് ആയിട്ട് അയാൾ കീപ്പ് ചെയ്തിട്ടുള്ള ഷെയിം അഥവാ നാണക്കേട്, ഇവിടെയാണ് മിക്ക ആണുങ്ങളും ലോസ്റ്റ് ആവുന്നത്. അത് അയാൾ ഒരു കാര്യം ഫീൽ ചെയ്യാത്തതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ഇറ്റ് വാസ് ബിക്കോസ് ദേ വർ നെവർ റീ ടോട്ട് എങ്ങനെയാണ് ഒരു സാധനം ഫീൽ ചെയ്യേണ്ടത് ആൻഡ് അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചിട്ടില്ല. സോ വളർന്നു വരുന്ന സമയത്ത് ആ ഒരു പെയിനോ പ്രഷറിനോ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. ആൻഡ് അവർ ലോകത്ത് നിന്ന് ആകെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള, ലോകം അവരുടെ അടുത്ത് ആകെ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആവുക, പെർഫോം ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ബ്രേക്ക് ആവാതിരിക്കുക എന്നൊക്കെയുള്ള കുറേ സാധനങ്ങളാണ്. എന്നിട്ട് സ്ലോലി എന്താവും, പതിയെ പതിയെ മെൻ ദേ ബിക്കം വെരി ഹാർഡ് ആൻഡ് ഹാർഷർ ടു റീച്ച്. ആൻഡ് അത് അവർക്ക് ഒരു ഹൃദയം ഇല്ലാത്തതുകൊണ്ടോ ഹാർട്ട്ലെസ് ആയതുകൊണ്ടോ മറ്റൊന്നുമല്ല, പക്ഷെ സംവെയർ അലോങ് ദ വേ ഓണസ്റ്റിനേക്കാളും സൈലൻസ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ ആണുങ്ങൾക്ക്. സോ ഈ ഒരു എപ്പിസോഡിനകത്ത് ഐ വോണ്ട് ടോക്ക് അബൌട്ട് മെൻ, ലൈക്ക് എവറിത്തിങ് അബൌട്ട് മെൻ. അതൊരു ആൽഫ മെയിൽ സിഗ്മ മെയിൽ കൈൻഡ് ഓഫ് വേയിലോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മെൻ വേഴ്സസ് വുമൻ വേയിലോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വിക്ടിം ആയിട്ടോ ഒന്നുമില്ല. ദിസ് ഇസ് നൺ ഓഫ് ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ്. ഓക്കെ, ഐ വോണ്ട് ടോക്ക് അബൌട്ട് ഒരാണ് ക്യാരി ചെയ്യുന്നത് എന്താണ്, അവരുള്ളിൽ ആക്ച്വലി നമ്മൾ ആരും അറിയാതെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ട് ഒരുപാട് ആണുങ്ങൾ ദേ ഫീൽ ലോസ്റ്റ്, ഭയങ്കര ആംഗ്രി ആയിട്ട് ഫീൽ ആവുന്നു, അലോൺ ആയിട്ട് ഫീൽ ആവുന്നു, ആൻഡ് എന്താണ് ആക്ച്വലി ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. സോ ദിസ് എപ്പിസോഡ് ഇസ് ഫോർ മെൻ ആൻഡ് ഓൾസോ വുമൻ. കാരണം നിങ്ങളൊരു ആണിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഒരാളോട് ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളോട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളിനെ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് മാറ്റേഴ്സ് ടു യു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഒരു മിനിറ്റ്. യൂട്യൂബ് പറയുന്നത് ഈ ചാനലിനകത്ത് വീഡിയോ കാണുന്ന 84% ഓഫ് ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ്ഡ് അല്ല എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജസ്റ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ആബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രോത്തിൻ്റെ ഒരു മെട്രിക്കാണ്. കുറേ കൂടെ ആൾക്കാരിലേക്ക് ഞങ്ങൾക്ക് വീഡിയോസ് എത്തിക്കാനും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് യു ഹെൽപ്പ് us. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. എന്താണ് ആണുങ്ങളെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ദ ബിഗ്ഗസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്? സോ മോസ്റ്റ് ഓഫൻ ആണുങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇമോഷണൽ ലെവലിലാണ്. ഒരാൾ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് അവരൊരിക്കലും ദേ റെയർലി ലുക്ക് ഹേർട്ട്, അവരൊരിക്കലും ഹേർട്ടായിട്ട് കാണുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം അവരുണ്ടാവുക ആംഗ്രി ആയിട്ടും, പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലായിട്ടും, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും, അവോയ്ഡൻ്റ് ആയിട്ടും, നമുക്ക് കിട്ടാത്ത രീതിയിലായിട്ടും, ഹാഷായിട്ടും, നമ്പായിട്ടും, ഇങ്ങനെയൊക്കെയാണ് ഒരാണിനെ കാണാനായിട്ട് പറ്റുക ഹേർട്ടാവുന്ന സമയത്ത്. കാരണം സൊസൈറ്റി ഒരാണിനെ പെയിന് റീഡ് ചെയ്യുന്നത് ഭയങ്കര ബാഡ്ലിയാണ്. ആൻഡ് മാത്രമല്ല അവര് ആ പെയിന് കാരണം എടുക്കുന്ന ഫോമിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളതാണ്. മോസ്റ്റ് പീപ്പിൾ റെസ്പോണ്ട് ടു ദ ബിഹേവിയർ നോട്ട് ദ വൂണ്ട്. ആൻഡ് ഒരിക്കലും ഇത് ഈ ബാഡ് ബിഹേവിയറിനെ എക്സ്ക്യൂസ് ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. പക്ഷേ ദിസ് ഇസ് വാട്ട് എക്സ്പ്ലെയിൻസ് ദാറ്റ് മിക്ക ആൾക്കാരും ഇമോഷണൽലെസ് അല്ല, ദേ ജസ്റ്റ് ഇമോഷണലി അൺട്രെയിൻഡ് ആണ്, റൈറ്റ്?
സോ എന്താണ് ആക്ച്വലി ഈ മനുഷ്യന്മാർ ഈ ആണുങ്ങൾ ക്യാരി ചെയ്യുന്നത്, റൈറ്റ്? ദാറ്റ് ഇസ് സംതിങ് ടു ബി ഡിസ്കസ്ഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ ബിഹേവിയറിനെ ട്രീറ്റ് ചെയ്യും, റൈറ്റ്? സോ അവരെ മനസ്സിലാക്കുന്നതിനേക്കാളും മുന്നേ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് പറയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ദിസ് ഇസ് ദ നമ്പർ 1 ബേർഡൻ, റൈറ്റ്? ബോയ്സ് ആയിരിക്കുന്ന സമയത്ത് തന്നെ വി ആർ ട്രെയിൻഡ് വെരി ഏർലി. കരയരുത്, ഡോണ്ട് ക്രൈ, സോഫ്റ്റ് ആവരുത്, ബി സ്ട്രോങ്, മാൻ അപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളെ ചെറുപ്പത്തിൽ എല്ലാവരും പഠിപ്പിക്കുക, റൈറ്റ്? എന്നാൽ ഒരിക്കലും എന്ത് പഠിപ്പിക്കില്ല, എന്താണ് സാഡ്നെസ്, എങ്ങനെയാണ് സാഡ്നെസ്, ഷെയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇൻസെക്യൂരിറ്റി, ഹൗ ഡസ് ഇറ്റ് ഫീൽ ലൈക്ക്, എങ്ങനെയാണ് ഒരാളടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുക, നമ്മൾ പൊട്ടിത്തെറിക്കാതെ അല്ലാന്നുണ്ടെങ്കിൽ കൊളാപ്സ് ആവാതെ എങ്ങനെ ഒരു ഇമോഷനായിട്ട് നമുക്ക് ഇരിക്കാം, മാനേജ് ചെയ്യാം, ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തരും. അതിന് ഇതിനൊക്കെ റിസൾട്ട് എന്താ? ഈ സ്ട്രെങ്ത് എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ അഭിനയിക്കും, ഇമോഷൻ നമ്മൾ ബെറി ചെയ്യും, ആൻഡ് ഇമോഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുക തന്നെ ചെയ്യും കംപ്ലീറ്റ്ലി. യു ക്യാൻ ഫീൽ ദാറ്റ്. ആൻഡ് പതിയെ ലൈഫിൽ എന്താവും, അത് ആങ്കർ ആയിട്ടും വിഡ്രോവൽ ആയിട്ടും ഇമോഷണലി ഉള്ള കൺഫ്യൂഷൻസ് ആയിട്ടും പുവർ കമ്മ്യൂണിക്കേഷൻസ് ആയിട്ടൊക്കെ ആയിട്ട് അത് മാറും. സോ മെനി മെൻ ആർ, അല്ലെങ്കിൽ വർ ടോട്ട് ഇമോഷണൽ ഡിസിപ്ലിൻ ബിഫോർ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്. അവർ ഇമോഷണൽ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ഇമോഷണൽ ഡിസിപ്ലിൻ ആവാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് മിക്ക ആൾക്കാരടുത്തും ബിഹേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ്, അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ളത് ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ്, ഔട്ട് ഓഫ് ഫീലിനേക്കാൾ. ഒരു ഇമോഷണൽ ലാംഗ്വേജ് ഇല്ലാത്ത സമയത്തുണ്ടാവും ഈ മനുഷ്യൻ ഈ പെയിൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചുമന്നിട്ട് ഇങ്ങനെ പോകും. ഇവിടെയാണ് രണ്ടാമത്തെ പെയിൻ വരുന്നത്. അതായത് മിക്ക ആളുകളും ദേ ആർ നീഡഡ് മോർ ദാൻ ദേ നോൺ. അവരെ കുറിച്ച് അറിയുന്നതിനേക്കാളും മുന്നേ അതിനേക്കാളും കൂടുതൽ അവർ യൂസ്ഫുൾ ആവാനാണ് എല്ലാ സൊസൈറ്റി ട്രൈ ചെയ്തിട്ടുള്ളത്. വളർന്നു വരുന്ന സമയത്ത് വി ഫീൽ വാല്യൂഡ്, അല്ലെങ്കിൽ വി ആർ ടോട്ട് ടു ബി വാല്യൂഡ് ഫോർ യൂസ്ഫുൾനെസ്, നമ്മളെ കൊണ്ടുള്ള ഉപകാരം, ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ട്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്, അല്ലാന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ, ഷോയിങ് അപ്പ്, ഓർ ബേസിക്കലി ഫങ്ഷണൽ ആയിട്ട് ഇരിക്കുന്നിടത്തേക്കാണ് നമ്മൾ ഭയങ്കര വാല്യൂഡ് ആയിട്ട് സൊസൈറ്റി കാണിച്ചിട്ടുള്ളത്. വെരി ഫ്യൂ മെൻ മാത്രമാണ് അവരെക്കുറിച്ച് അവരാരാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പേടികൾ, അവർ ഉള്ളിൽ ക്യാരി ചെയ്യുന്ന കാര്യങ്ങൾ, അവരെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവെയർ ആക്കാനോ അറിഞ്ഞിട്ടൊക്കെ ആയിട്ട് സൊസൈറ്റിയും ഫാമിലിയൊക്കെ വളർത്തിയിട്ടുണ്ടാവുക. അവരെ വാട്ട് ദേ ഡു വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവുക, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. നോട്ട് ഓൾവേസ് ഫോർ ഹൗ ദേ ആർ. ആൻഡ് ദിസ് ക്രിയേറ്റ്സ് എൻ ഇമോഷണൽ സ്റ്റാർവേഷൻ. സോ ഒരു പോയിന്റിൽ ഒരു മനുഷ്യൻ, ഒരാണ് ലെസ് യൂസ്ഫുൾ ആകുന്ന സമയത്ത്, ഉദാഹരണത്തിന് ലെറ്റ്സ് സേ പൈസ ഇല്ല, അല്ലാതെ സ്റ്റാറ്റസ് ഇല്ല, സെർട്ടനിറ്റി ഇല്ല, ഓർ ലെറ്റ്സ് സേ പവർ പോവാണ്, ഒറ്റയടിക്ക് ഇയാളുടെ വേർത്ത് കൊളാപ്സ് ആകുന്നതാണ് എപ്പോഴും കാണാം. ഇതിപ്പോൾ മൂവീസിലായിക്കോട്ടെ, എവിടെയും, എല്ലായിടത്തും. ബിക്കോസ് അയാൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ ഫങ്ഷണൽ ആവുന്ന ഐഡന്റിറ്റിയിലാണ്, റൈറ്റ്? നോട്ട് ഫോർ ബീങ് ഹിം. ആൻഡ് a lot of men are literally starving for emotional recognition, not just attention. അത് വേറെ അറ്റൻഷൻ കിട്ടിയാൽ പോരാ, they're starving for emotional recognition. And യൂസ്ഫുൾനെസ് ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറുന്ന സമയത്ത് ലോൺലിനെസ് എന്താവും, അവിടെ ഭയങ്കര ഹാർഡർ ആയിട്ട് മാറും. ആൻഡ് ദിസ് ഇസ് ദ നെക്സ്റ്റ് തിങ് കംസ് ഇൻ, റൈറ്റ്? മെയിൽ ലോൺലിനെസ് എന്ന് പറയുന്ന സാധനം മിക്ക ആൾക്കാരും അഡ്മിറ്റ് ചെയ്യാവുന്നതിനേക്കാളും ഭയങ്കരമാണ്. ആൻഡ് ദിസ് ഇസ് ദ തേർഡ് വേർഡ്, ഇഫ് യു വാണ്ട് ടു പുട്ട് ഇറ്റ് ദാറ്റ്. മെയിൽ ഫ്രണ്ട്ഷിപ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമർ ഉണ്ടാവും, ലോയൽറ്റി ഉണ്ടാവും, ഫൺ ഉണ്ടാവും, നമ്മളിങ്ങനെ ചുമ്മാ ചോരോടെ ഈ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും എന്നല്ല, മോസ്റ്റ്ലി ഓക്കെ, വളറബിലിറ്റി ഉണ്ടാവണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണലി ഓണസ്റ്റി ഉണ്ടാവണമെന്ന് അവിടെ ഇല്ല, ഓർ കൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ട് അവിടെ വരണമെന്നില്ല. ഓർ ലെറ്റ്സ് സേ നമ്മൾ ഈ ചെക്കിൻസ് നടക്കുക, പെണ്ണുങ്ങളൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവം നടക്കണമെന്നില്ല. മിക്ക ആൾക്കാർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ വെരി ഫ്യൂ ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇമോഷണലുള്ള സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവുക. ആൻഡ് അഡൾട്ട്ഹുഡ് ആവുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ഇത് പിന്നെയും വേഴ്സണാണ്. മാരേജ് കംസ് ഇൻ, വർക്ക് കംസ് ഇൻ, മൈഗ്രേഷൻ കംസ് ഇൻ, പ്രവാസികളാകുന്നു, നമ്മൾ ഭയങ്കര ബിസി ആവുന്നു, ഡിസ്റ്റൻസ് സംഭവിക്കാം. ആൻഡ് ഓട്ടോമാറ്റിക്കലി ഈ ലോൺലിനെസ് എന്ന് പറയുന്ന സാധനം എന്താവും, ഇറ്റ് ഗ്രോസ് വെരി ക്വയറ്റ്ലി. സോ ആണുങ്ങൾ മേ ബി ഡെയിലി സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ ലിറ്ററലി ഒരിക്കലും പോലും റിയൽ ആയിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഡിസ്കസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ആൻഡ് ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാൾക്ക് ചോദിക്കാനും അറിയില്ല, എന്ത് നീ ഓക്കെ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ചോദിക്കാനും അറിയില്ല, മാത്രമല്ല ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓണസ്റ്റ്ലി റെസ്പോണ്ട് ചെയ്യാൻ പോലും അറിയില്ല. ബിക്കോസ് ദേ ലിറ്ററലി ഡോണ്ട് നോ ഹൗ ടു പുട്ട് ദാറ്റ്. സം ഓഫ് ദ ലോൺലിയസ്റ്റ് പീപ്പിൾ ആർ മെൻ വിത്ത് വെരി ലാർജ് ഫ്രണ്ട് സർക്കിൾസ്. ആൻഡ് മെയിൽ ഫ്രണ്ട്ഷിപ്സ് ആർ വെരി റിച്ച് ഇൻ ലോയൽറ്റി, ഭയങ്കര ലോയൽ ആയിരിക്കും, പക്ഷെ ഇമോഷണൽ ലാംഗ്വേജിൽ ഭയങ്കര പൂർ ആയിരിക്കും.
ആൻഡ് ഈ ഇമോഷണൽ ലോൺലിനെസ്സിന് ഔട്ട്ലെറ്റ് ഇല്ലാത്ത സമയത്ത് എന്താവും, ഈ പെയിന് ഇറ്റ് സ്റ്റാർട്ട് ടു ചേഞ്ച് ഇറ്റ്സ് ഫോം. ആൻഡ് ഇവിടെയാണ് ഈ സാഡ്നെസ് അഥവാ ഈ ലോൺനെസ് എന്ന് പറയുന്ന സാധനം ആങ്കർ ആയിട്ട് മാറുന്നത്. ആൻഡ് ദിസ് ഇസ് ദ നെക്സ്റ്റ് ബേർഡൻ, ദ ഫോർത്ത് വൺ. മിക്ക ആൾക്കാരും ദർ അലൗഡ് ടു, അതായത് ഈവൻ സൊസൈറ്റി അലൗഡ് മെൻ ടു ഷോ ആങ്കർ ദാൻ സാഡ്നെസ്. ട്രസ്റ്റ് മീ ഓൺ ദിസ്. കാരണം ആങ്കർ എന്താണ്, ഫീൽസ് ലെസ് ഹ്യൂമിലേറ്റിംഗ് ദാൻ സാഡ്നെസ്, ഫിയർ ഓർ ഷെയിം, അല്ലേ? ആൻഡ് ഈ ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഗെറ്റ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇറിറ്റേഷൻ, റേജ്, കോൾഡ്നെസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് ഒരിക്കലും അഗെയിൻ ദിസ് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ആൻഡ് നത്തിങ്, ബട്ട് ദിസ് ഇസ് എ പാറ്റേൺ. ആൻഡ് മിക്ക ആൾക്കാരും ദേ ആർ നോട്ട് ആംഗ്രി മെൻ, ദേ ആർ അഷെയിംഡ് ആയിട്ടുള്ള, സ്കേർഡ് ആയിട്ടുള്ള, ഓവർവെൽംഡ് ആയിട്ടുള്ള, പവർലെസ്ഡ് ആയിട്ടുള്ള, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവരിൽ തന്നെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ആങ്കർ ഇസ് ദ ഓൺലി ഇമോഷൻ ദേ നോ ഹൗ ടു മൂവ് ത്രൂ. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ സംസാരിക്കുന്നതിന് പകരം ദേ സ്നാപ്പ്, അവർ പൊട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ കരയുന്നതിന് പകരം ദേ ഗോ ക്വൈറ്റ്, ഓർ ഓണസ്റ്റ് ആകുന്നതിന് പകരം ദേ ബിക്കം ഹാർഷ്. വെൻ മെൻ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഗ്രീഫ്, ദേ വെപ്പനൈസ് ഇറ്റ്. ആൻഡ് ആങ്കർ എന്ന് പറയുന്ന സാധനം പെയിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് യൂസ് ചെയ്യുന്ന മാസ്ക് ആണ് മിക്ക സമയത്തും. മെൻ ദേ നോട്ട് എക്സ്പ്രസിങ് ആങ്കർ, ദേ ലീക്കിംഗ് ഹേർട്ട്. ലാംഗ്വേജ് ഇല്ലാത്ത ഈ പെയിൻ എന്തായിട്ട് മാറാണ്, ഡാമേജ് ആക്കിയിട്ട് മാറ്റുകയാണ്. ഈ ആങ്കറിൻ്റെ താഴെ ഈ ആണുങ്ങളൊക്കെ ദർ ക്യാരിങ് സംതിങ് വെരി ഓൾഡ്, ഭയങ്കര പഴയതായിട്ടുള്ള സാധനം ക്യാരിങ് കൂടിയാണ്. ദാറ്റ് കംസ് ദ നെക്സ്റ്റ് വേർഡ്. മിക്ക ആൾക്കാരും ഇവരുടെ അച്ഛൻ്റെ അഥവാ ഫാദേഴ്സിൻ്റെ അടുത്ത് ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. മിക്ക ആണുങ്ങൾക്കും ഉണ്ടാവുക അച്ഛന്മാർ ഇമോഷണലി കണക്റ്റ് ആവാത്ത, പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അച്ഛന്മാരായിരിക്കും. ആൻഡ് ഈ അച്ഛന്മാരുടെ പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓക്വേർഡാണ്, അവർ ഭയങ്കര കാണിക്കില്ല, അവർക്ക് അതറിയില്ല, അത് വെരി സിമ്പിളാണ്. സോ ഫാദേഴ്സ് ചില ആൾക്കാർക്ക് ആബ്സെൻ്റ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഫാദേഴ്സ് ഭയങ്കര ഹാർഷ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഭയങ്കര തീരെ ഇമോഷണലി സപ്പോർട്ട് ഇല്ലാത്ത പാരൻസ് ആയിരിക്കും. ആൻഡ് ഈ ആണുങ്ങൾ എന്ത് ചെയ്യും, ദേ ഗ്രോ അപ്പ് ക്യാരിയിങ് ദിസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഞാൻ ഇനഫ് ആണോ, എം ഐ ഇനഫ്, എൻ്റെ അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് പ്രൗഡ് ആയിരിക്കുമോ, ഓർ എന്തുകൊണ്ടാണ് ആളിങ്ങനെ ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണേ, ഓർ എപ്പോഴും ഈ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന സാധനം ഫിയർ വെച്ചിട്ടായിട്ടാണോ ബാലൻസ് ചെയ്തിട്ട് പോകുന്നത്, എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് അവർ വളരെ. ആൻഡ് ഈ ഫാദർ വോൺസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഡ്രമാറ്റിക് ആയിട്ട് ട്രോമ ആവണമെന്നില്ല, റൈറ്റ്? ഇറ്റ് ക്യാൻ ബി ചിലപ്പോൾ ഒരു ഹഗ് ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ അച്ഛൻ്റെ അടുത്തൊരു സോഫ്റ്റ്നെസ് കിട്ടാത്തതായിരിക്കാം, വാലിഡേഷൻ കിട്ടാത്തതായിരിക്കാം, ചിലപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പെർമിഷൻ കിട്ടാത്തതൊക്കെ ആയിട്ടായിരിക്കാം. ആൻഡ് ഇതെന്താ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊരു അപ്രൂവലിന് വേണ്ടിയിട്ടായിട്ട് ഒരു ഹങ്കർ ക്രിയേറ്റ് ചെയ്യണം, പെർഫെക്ഷനിസം ക്രിയേറ്റ് ചെയ്യണം, ഇമോഷണൽ ഹാർഡ്നെസ് ക്രിയേറ്റ് ചെയ്യണം, ഓർ ഇതിനൊക്കെ പുറത്തോട്ടായിട്ട് സ്നേഹം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഡിഫിക്കൽട്ടി ക്രിയേറ്റ് ചെയ്യാണ്, അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള സ്ട്രഗിൾ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് സം മെൻ ആർ റിയലി ട്രൈങ് ടു ബിക്കം ദ കൈൻഡ് ഓഫ് സൺ ഹു ഫൈനലി ഫീൽസ് എനഫ് ഫോർ ദെയർ ഫാദേഴ്സ് എസ്പെഷ്യലി. സോ നോട്ട് എവറി ഫാദർ, എല്ലാ ഫാദർ വീണ്ടും വയലൻസിനാണെന്നുള്ള ചിലപ്പോൾ ഇത് ഡിസ്റ്റൻസും കൂടിയാണ്. ആൻഡ് മിക്ക ആണുങ്ങളും ഈ സൈലൻസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അവർക്ക് മുന്നേ ഉള്ള ആണുങ്ങളിൽ തന്നെയാണ്. സോ ഈ പെയിനൊക്കെ ക്യാരി ചെയ്യുന്നതിനോടൊക്കെ അപ്പുറം തന്നെ സൊസൈറ്റി എന്ത് ചെയ്യും, ഈ ആണുങ്ങളെടുത്ത് ഇറ്റ് ഹാസ് ടു ബിക്കം സംവൺ. മെൻ ആർ പ്രഷറൈസ്ഡ് ടു ബിക്കം സംവൺ ഈവൻ ബിഫോർ they know themselves. This is the next burden. അവരാരാന്ന് അറിയുന്നതിന് മുന്നേ തന്നെ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറണം, അല്ലേ? Men are expected to become successful, stable, financially capable, providing, confident, protecting, man, decisive, useful. അതും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ലൈൻ, ഈവൻ ബിഫോർ ദേ അണ്ടർസ്റ്റാൻഡ് ഹൂ ദേ ആർ, വാട്ട് ദേ വോണ്ട്, അവർക്ക് എന്താ വേണ്ടേ, അവരെന്താ ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു ലൈഫ് എന്താണ് വേണ്ടത്, ഇതൊക്കെ ആക്കുന്നതിന് മുന്നേ ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കണം, റൈറ്റ്? ആൻഡ് ഇതെന്തൊക്കെയാണ്, ഒരു പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡൽട്ട്ഹുഡ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താവും, ഈ മെൻ ദേ ബിക്കം പ്രൊവൈഡേഴ്സ്, ദേ ബിക്കം ഒരാളാകുന്നതിന് മുന്നേ പ്രൊവൈഡറായിട്ട് മാറും, ഒരു ഹ്യൂമൻ ആകുന്നതിന് മുന്നേ ഒരു പെർഫോമറായിട്ട് മാറും, റൈറ്റ്? സോ ഇവിടെയാണ് ഏൺ ചെയ്യാനുള്ള പ്രഷർ, നമ്മുടെ ലൈഫ് സോർട്ടഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ, നമ്മൾ വീക്ക് അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ, പബ്ലിക്കലി ഫെയിൽ ആവാതിരിക്കാൻ ഉള്ള പ്രഷർ, നമുക്ക് എല്ലാത്തിനും ആൻസർ ഉണ്ടാവണം എന്നുള്ള പ്രഷർ. ആൻഡ് ഓൾ ഓഫ് ദിസ് വിത്ത് വെരി ലെസ് ഇമോഷണൽ സപ്പോർട്ട്. ജസ്റ്റ് ഇമാജിൻ.
So a lot of men are trying to build a life before the building a self. And ഈ ആണുങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഒരു ഫൈനൽ മിസ്റ്റേക്ക് ആ മറ്റൊരു ആണിയും കൂടെ അടിച്ച് അതിലേക്ക് കയറ്റും. അതായത് അവർ പൊട്ടുന്നതിന് മുന്നേ, ബ്രേക്ക് ആകുന്നതിന് മുന്നേ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടായിട്ട് അവർ റെഡി ആവില്ല. ദിസ് ഇസ് ദ ബർഡൻ നമ്പർ 7. മെൻ വെയിറ്റ് ടു ലോങ്. അവർ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഹെൽപ്പ് ചോദിക്കില്ല. അവർ പൊട്ടിക്കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പൊട്ടുന്ന വാക്കിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരെന്തേ ഉള്ളൂ, ഹെൽപ്പ് ചോദിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുകയില്ല. ദാറ്റ്സ് അനദർ തിങ്. വൈ? ഒന്ന് ഷെയിം, നാണക്കേട്, മറ്റൊന്ന് അഭിമാനം, റൈറ്റ്, പ്രൈഡ്, മറ്റൊന്ന് കണ്ടീഷനിങ്, പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളൊരു ഫിയർ, പേടി, ലുക്കിംഗ് വീക്ക് ഉള്ള ഫിയർ, ഓർ ഇമോഷണൽ ഓണസ്റ്റി ഇല്ലാത്തത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മിക്ക ആൾക്കാരും ദേ തിങ്ക് ഞാനിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണ്ടേ, മേ ബി ഇത് അത്ര സീരിയസ് അല്ല, ദിസ് ഇസ് ഹൗ ലൈഫ് ഇസ്, ഓർ ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ ഡീൽ ചെയ്യാം, മറ്റാൾക്കാർക്ക് ഇതിനേക്കാൾ വലിയ പ്രോബ്ലംസ് ഇല്ലേ എന്നൊക്കെ വീണ്ടും ചിന്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, all of this will become damaged later. Men don't ask for help കാരണം സ്ട്രെങ്ത്തിൻ്റെ പാർട്ടാണ് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത് ആരും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ. ആൻഡ് സൈലൻസ് എന്ത് ചെയ്യും, ഇറ്റ് ഫീൽസ് മോർ മാസ്കുലിൻ ബിഫോർ ഇറ്റ് ബിക്കംസ് ഡിസ്ട്രക്റ്റീവ്. സോ മിക്ക ആൾക്കാരും ഹെൽപ്പ് ചോദിക്കുക അവർ മുങ്ങുന്ന സമയത്തായിരിക്കും, അവർ ഇങ്ങനെ ഇതാകുന്ന സമയത്തായിരിക്കും. സോ വാട്ട് ആക്ച്വലി ഹെൽപ്സ് യു? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ്, let me address the women here. Why women need to understand this? I'll say for men എന്താ ചെയ്യാൻ പറ്റുക, for women എന്താ ചെയ്യാൻ പറ്റുക. കാരണം ഈ എപ്പിസോഡ് പെണ്ണുങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ഇതൊരു ബാഡ് ബിഹേവിയറിനായിട്ടുള്ള എക്സ്ക്യൂസ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ റീഹാബ് സെൻ്റർ ആയിട്ട് വുമൺ ആക്ട് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു സംഭവം എന്നല്ല. ദിസ് ഇസ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ആണുങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ആണിനെ ഇഷ്ടപ്പെടുകയാണ്, അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബ്രദർ ആയിക്കോട്ടെ, ഫാദർ ആയിക്കോട്ടെ, മകനായിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, ദിസ് മാറ്റേഴ്സ് ടു യു ആൻഡ് ഐ തിങ്ക് യു ക്യാൻ ഡു എ ലോട്ട് ഇൻ ദെയർ ലൈഫ്. മെനി വുമൻ അവർ ആ വോണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ മുന്നേ ആ വോണ്ട് കാരണമുള്ള ബിഹേവിയറാണ് എക്സ്പീരിയൻസ് ചെയ്യുക. ആൻഡ് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഹെൽപ്പ് യു with the communication, them with the communication. And again disclaimer ആണ്, നിങ്ങളൊരു മെയിൽ ഡാമേജ് ടോളറേറ്റ് ചെയ്യുന്നത് പോലെയല്ല മെയിൽ പെയിൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പറയുന്ന സാധനം. കമ്പാഷനും ബൗണ്ടറീസും ഇറ്റ് മസ്റ്റ് കോ എക്സിസ്റ്റ് ആസ് വെൽ, റൈറ്റ്? You should not let your somebody just take the hell out of you and cross your boundary as well. അത് അവരെയും മെന്നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. just putting it there that way, it's not like not victim thing on that. That's very BS, right? So let's talk about the realistic solutions. First, realistic solutions for men. Okay. Number 1, ഇമോഷണൽ വൊക്കാബുലറി ബിൽഡ് ചെയ്യുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കും അറിയാം, ഞാനും അത് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ മൈ വൈഫ് ഹെൽപ്ഡ് എ ലോട്ട്. നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നുള്ളത് നെയിം ചെയ്യാൻ പഠിക്കുക. നോട്ട് ജസ്റ്റ് ഓക്കെ ഞാൻ സ്ട്രെസ്ഡ് ആണ്, റൈറ്റ്? വെൻ യു ആർ സ്ട്രെസ്ഡ് ജസ്റ്റ് ആസ്ക്, എന്താണ് എൻ്റെ ബാക്കിൽ? ഞാൻ അഷെയിംഡ് ആണോ, ഡിസപ്പോയിൻറ്റഡ് ആണോ, ഇസ് ഇറ്റ് ബിക്കോസ് ഐ എം സ്കെയർഡ്, ഇസ് ഇറ്റ് ബിക്കോസ് ഐ എം ലോൺലി, ഇസ് ഇറ്റ് ബിക്കോസ് ഐ എം ആംഗ്രി, ഞാൻ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണോ? നമുക്ക് നെയിം ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം നമുക്ക് ഒരിക്കലും റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്? സെക്കൻഡ് തിങ്, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഐ സേ ഓണസ്റ്റ് ആയിട്ടുള്ള റിയൽ ഫ്രണ്ട്ഷിപ്പ് ഇസ് വെരി ഗുഡ്. ഇത് 20 ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നുള്ളതല്ല, വൺ റിയൽ വൺ വേർ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് മറ്റാളും ഫേസ് ചെയ്യുന്നുണ്ട് ബ്രോ, അപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓണസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ദാറ്റ് ചേഞ്ചസ് എ ലോട്ട്. 3, വർക്ക് മാത്രം നിങ്ങൾ ഐഡൻറ്റിറ്റി ആയിട്ട് കാണുന്നത് നിങ്ങൾ മാറ്റുക. വെരി ഡിഫിക്കൽട്ട്, ഐ നോ. നിങ്ങളുടെ ഹോൾ വർത്ത് മണി, സക്സസ്, ഔട്ട്പുട്ട് ഇതിനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ, അറ്റാച്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കൊളാപ്സ് ഗ്യാരണ്ടീഡ് ആണ്, റൈറ്റ്? സോ പ്രൊഡക്ടിവിറ്റിക്ക് അപ്പുറത്ത് ഒരു സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. 4th തിങ്, ആങ്കർ എന്ന് പറയുന്ന സാധനം നേരത്തെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കുക. ആസ്ക്, ഇതിൻ്റെ ബാക്കിൽ എന്താണ് ഇറിറ്റേഷൻ, വാട്ട് ഇസ് ബിനീത്ത് ദിസ് ഇറിറ്റേഷൻ, വാട്ട് വാസ് ഹേർട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള ഫിയർ എന്താണ്. ഒരാളുടെ അടുത്ത് ഒരു സാധനം സംസാരിക്കുന്നതിന് മുന്നേ, അതായത് വൂണ്ടഡ് ആയിട്ട് ലീവ് വെക്കുന്ന മേലെ സംസാരിക്കുന്നതിന് ചിന്തിക്കാം. 5th വൺ, ഒരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക. അതൊരു തെറാപ്പിസ്റ്റ് ആയിരിക്കാം, അതൊരു മെൻറ്റർ ആയിരിക്കാം, അതൊരു നിങ്ങളുടെ ബ്രദർ ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, പാർട്ട്ണർ ആയിരിക്കാം. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾ ബ്രോക്കൺ ആകുന്നതിന് മുന്നേ, ഫുള്ളി ബ്രോക്കൺ ആകുന്നതിന് മുന്നേ ഹെൽപ്പ് ചോദിക്കുക.
റൈറ്റ് ആൻഡ് സിക്സ് വൺ ഇമോഷണൽ സ്പേസിന് വേണ്ടിയിട്ടായിട്ട് അതിന് ഇമോഷണൽ സ്പേസിനെ ചുറ്റിപ്പറ്റിയിട്ട് ലൈഫ് ബിൽഡ് ചെയ്യുക. റൈറ്റ്, ഗോൾസ് മാത്രമല്ല, ഹസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് മാത്രമല്ല, ബിൽഡ് യുവർ ലൈഫ് അറൗണ്ട് ഇമോഷൻസ് ആസ് വെൽ. റൈറ്റ്, അണ്ടർസ്റ്റാൻഡ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. മെച്ചുവർ ആയിട്ടുള്ള മെൻ എന്ന് പറയുന്നത് അവരൊരു കാര്യവും ഫീൽ ചെയ്യാത്ത ഒരാളല്ല. അവരെയോ മറ്റൊരാളെയോ ഡിസ്ട്രോയ് ചെയ്യാതെ സ്വന്തം ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനും അത് റെഗുലേറ്റ് ചെയ്യാനും ഇമോഷൻസ് ഫീൽ ചെയ്യാനും പറ്റുന്ന ആളാണ് മെച്ചുവർ. ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് ഓൾസോ മാസ്കുലിൻ. സോ ആസ്ക് ഫോർ ഹെൽപ്പ്, ബി ഇമോഷണലി റെഗുലേറ്റഡ് ആൻഡ് ട്രൈ ടു നെയിം ഇറ്റ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഇനി സ്ത്രീകൾക്ക് അഥവാ വുമന് വേണ്ടിയിട്ടുള്ള റിയലിസ്റ്റിക് സൊല്യൂഷൻസ് ആണ്. when I say all of this, number one, don't expect men to open up in a perfect style. അത് immediately don't expect. They don't know. അവർക്ക് എന്ത് വേണം? They need a safer entry point than talking about initially. ടൈം എടുക്കും. So ask better questions, right? എന്ത് പറ്റി, what happened എന്ന് ചോദിക്കുന്നതിന് അപ്പുറത്തോട്ടായിട്ട് what's heavy, what's been difficult lately എന്നൊക്കെ ചോദിക്കാം. മാത്രമല്ല, ഒരു കാര്യം പറയുന്ന സമയത്ത് ആ വളരെ വീട്ടിൽ മോക്ക് ചെയ്യാതിരിക്കുക, അതിനെ പിന്നെ വെപ്പണൈസ് ചെയ്യാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഷട്ട് ഡൗൺ, അതിനെ റൊമാൻറ്റിസ് ചെയ്യാതിരിക്കുക. ഓ എൻ്റെ ഭയങ്കര സിഗ്മയാണ്, ഡോണ്ട്. റൈറ്റ്, അക്കൗണ്ടബിലിറ്റിയും ഓണസ്റ്റിയും പ്രൊവൈഡ് ചെയ്യുക, പുഷ് ദാറ്റ്. റൈറ്റ്, സോ ഒരാള് അഗെയിൻ, if somebody is refusing responsibility and hurting others, that is not something to take on as well. That is something to address as well, right? So ഒരു സേഫ് സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസിക്വൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ളതിലല്ല. Men open where their honesty is not punished. That is something you have to know. So many men are carrying more, a lot more than you can imagine. അവർക്കത് എങ്ങനെ നെയിം ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൻഡ് ഒരുപാട് സ്ത്രീകൾ അവരുടെ ചുറ്റും ജീവിക്കുന്നുള്ളതാണ്. ആൻഡ് അവർക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നുണ്ടാവില്ല. ആൻഡ് ഈ സൈലൻസ് അവരെ മൊത്തത്തിലായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. സോ അവർക്ക് മോട്ടിവേഷനേക്കാളൊക്കെ അപ്പുറത്തോട്ടായിട്ട് ഈ പെയിനിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് സപ്പോർട്ടും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റി ഒക്കെയാണ് വേണ്ടത്. പുഷ് ദം ടു ബി ഓണസ്റ്റ്. റൈറ്റ്, സോ ഇവിടെ ഒരു സോഫ്റ്റ് ആയിട്ടോ ഹാർഡർ ആയിട്ടുള്ള ഒരു മാന് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതല്ല. ദി ഗോൾ ഇസ് ടു ക്രിയേറ്റ് എ ഹോൾ മെൻ. റൈറ്റ്, ഒരു ആണിൻ്റെ സൈലൻസ് എന്നും സ്ട്രെങ്ത് അല്ല. Sometimes it is just pain with no safe exit. So ലോകത്തിന് ഒരിക്കലും ഒന്നും ഫീൽ ചെയ്യാത്ത ഒരാണിൻ്റെ ആവശ്യമില്ല. റൈറ്റ്, ലോകത്തിന് ആവശ്യം സ്ട്രെങ്ത്തും ഓണസ്റ്റിയും ഒന്നിച്ച് ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാണിനെയാണ്, ആണുങ്ങളെയാണ്. സോ നിങ്ങളൊരു ആണാണെന്നുണ്ടെങ്കിൽ, ഒരു മാൻ ആണെന്നുണ്ടെങ്കിൽ, ലേൺ യുവർ സെൽഫ് ടു ബി ബെറ്റർ. ആൻഡ് ഇഫ് യു ലവ് എ മാൻ, അണ്ടർസ്റ്റാൻഡ് deeper but keep standards, right? And if you're hurting, just know that don't wait until you are broken down to ashes. Ask for help. And എല്ലാവരും ഇത് ഗോ ത്രൂ ചെയ്യുന്നതാണ് ബ്രോ. സോ ഐ എം ജസ്റ്റ് ട്രൈങ് മൈ പാർട്ട് ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. ആൻഡ് ഐ ഓൾസോ വോണ്ട് ടു താങ്ക് മൈ മോം, മൈ സിസ്റ്റർ, മൈ വൈഫ് ഫോർ ഹെൽപ്പിംഗ് മീ, സ്പെഷ്യലി മൈ വൈഫ്. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ത്രീകളെക്കുറിച്ചിട്ടും സ്ത്രീകളുടെ അപ്പുറത്തോട്ടായിട്ട് എനിക്ക് എന്നെക്കുറിച്ചിട്ടായിട്ട് ഒരുപാട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സ്പെഷ്യലി അബൌട്ട് ദി ഇമോഷൻസ്. അറ്റ്ലീസ്റ്റ് അതെന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നെയിം ആരെങ്കിലുമായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് ആൻഡ് ഐ വിഷ് ദിസ് ഹെൽപ്സ്. ഇഫ് യു നീഡ് എനിത്തിങ്, ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ്. ടെൽ മീ what is the biggest burden a man face in the comment, and I'll see you in the next one. Until then, take care. Malal Parkata.